ഇനിയിപ്പോൾ ഉള്ളത് നമ്മൾ പോകുന്ന സമയത്ത് പാർലമെൻറ്റിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. കാരണം നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ലേ ഏറ്റവും ഒടുവിൽ മത്സരിക്കുക. ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ളൊരു മുന്നണിയായിട്ട് മത്സരിക്കുമ്പോൾ വർക്കലയിൽ നിന്ന് താങ്കൾ ജയിച്ചു പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നൊരു പ്രചരണമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അത് തികച്ചും ഒരു അസംബന്ധമായിട്ടുള്ള പ്രചരണമാണ്. കാരണം ഇന്നത്തെ രാജ്യത്തിൻ്റെ പോക്ക് അപകടകരമാണ്. ഈ അപകടകരമായ സാഹചര്യത്തിൽ വെട്ടൊന്ന് കണ്ടം രണ്ട് എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിക്കാൻ ഇന്നത്തെ കോൺഗ്രസിന് സാധിക്കുന്നില്ല. പറയേണ്ടത് പാർലമെന്റിൽ പറയാൻ പോലും അവർക്ക് കെൽപ്പില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ മാറി നിൽക്കുകയാണ്. ഏറ്റവും അവസാനം അരുണെ മനസ്സിലാക്കിയോ, ഈ രാമക്ഷേത്രം നിർമ്മിച്ചതിന് നരേന്ദ്രമോദിക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള പ്രമേയം വന്നു. എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത സാഹചര്യം? അവർ വിപ്പ് കൊടുത്തില്ല. അതിനെ എതിർത്ത് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. രണ്ടായിട്ട് മാറി കോൺഗ്രസിന്റെ എംപിമാർ അഭിപ്രായം പറഞ്ഞു. ആ ഒരു സാഹചര്യമല്ലേ രാജ്യത്ത് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചാഞ്ചാടി കളിക്കാതെ അപ്പുറവും ഇപ്പുറവും ചാടാതെ വ്യക്തമായൊരു അഭിപ്രായം പറയണമെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ എംപി ഉണ്ടാവണം. ഇ.ഡി. വന്നാലോ? ആര് വന്നാലും താങ്കൾ ചോദ്യം ചോദിക്കുന്ന ദിവസം തലേ ദിവസം ഇ.ഡിയുടെ ഒരു ഫോൺ കോൾ നാളെ വരുന്നുണ്ടെന്ന് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ മടിയിൽ കനമുള്ള ആളുകൾ പേടിച്ചാൽ മതി. നമുക്കൊരു പ്രശ്നവുമില്ല. കർശനമായിട്ടുള്ള നിലപാട് പാർലമെന്റിൽ ഇടതുപക്ഷ എംപിമാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ആളുകളും അത് സ്വീകരിക്കും. അപ്പം അതുകൊണ്ട് ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നൊരു കരുത്ത് താങ്കൾ പ്രതീക്ഷിക്കുന്നു. അത് വോട്ടർമാരുടെ ഇടയിൽ താങ്കൾ എത്തിക്കും. യഥാർത്ഥത്തിൽ നരസിംഹറാവു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു കറക്റ്റ് ലൈനിലൂടെ കൊണ്ടുപോയത് അന്നത്തെ ഇടതുപക്ഷത്തിന്റെ എംപിമാരായിരുന്നു. അത് മാറിയതോടുകൂടിയാണ് മൻമോഹൻ സിംഗിന്റെ സമയത്ത് യു.പി.എ ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളൊക്കെ നടന്ന കാലം. ഇപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് ധാരാളം ആളുകൾ വരുന്നു. വെഞ്ഞാറമൂട് ഭാഗത്തു നിന്ന് കുറച്ച് CPM പ്രാദേശിക നേതാക്കളും BJP-യിലേക്ക് ഞങ്ങള് 6 കൊല്ലം മുമ്പ് ഞങ്ങളുണ്ടായിരുന്ന ഒരാൾ പോയതൊഴിച്ചാൽ ഒരാളും ഞങ്ങളിൽ നിന്ന് പോയിട്ടില്ല. CPM കോട്ട ഭദ്രമാണ്. ഒരാളും പോയിട്ടില്ല. ഒരാളെ ഇളക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതേസമയം BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശശി അടക്കമുള്ള ആളുകളെ ഞങ്ങൾ ഇനി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുമ്പോൾ BJP-യിലെ ചില ആളുകൾ CPM-ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പിന്നെ വെഞ്ഞാറമൂടിൽ വരുന്നതാണ് നമ്മുടെ മറ്റേ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ഞങ്ങൾ ഇനി കൊണ്ടുവന്നു. ഒരു വലിയ നിരയെ കൊണ്ടുവന്നു. അപ്പോൾ ഈ അടൂർ പ്രകാശിനെ കുറിച്ച് ചിലരെങ്കിലും പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ BJP-യിലേക്ക് പോകും. പക്ഷെ അടൂർ പ്രകാശിനെ പോലെ ഒരാളെ സംബന്ധിച്ച് അയാൾ അടിമുടി കോൺഗ്രസ്സുകാരനല്ലേ? അങ്ങനെ അടൂർ പ്രകാശിനെ കുറിച്ച് പറയാം. ആരെ വിശ്വസിക്കാൻ പറ്റും അരുണെ? നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും? ആന്റണിയുടെ മകൻ കോൺഗ്രസിൽ പോകുന്ന ആരെങ്കിലും? ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ തലമുതിർന്ന എണ്ണി പറയാവുന്ന 3 നേതാക്കന്മാരിലേ ഉള്ളൂ. AK ആന്റണി, അല്ല K കരുണാകരൻ, AK ആന്റണി, പഴയ ശങ്കർ, പിന്നെ ഉമ്മൻചാണ്ടി. അതിൽ ആന്റണിയുടെ മകൻ കോൺഗ്രസിലേക്ക് പോകുന്ന ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ല. ആന്റണിയുടെ മകൻ കോൺഗ്രസിൽ പോയി, പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി. കരുണാകരന്റെ മകള് പോകുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? കോൺഗ്രസിലേക്ക് പോയി. പിന്നെയാണോ നമ്മൾ വേറൊരാളുടെ പേര് പറയുന്നത്? പക്ഷെ അടൂർ പ്രകാശ് മൊത്തത്തിലൊരു സെക്യുലർ ആയിട്ടുള്ള ഒരാളല്ലേ? അങ്ങനെ എന്തെങ്കിലും ചാഞ്ചാട്ടം ഉള്ളതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ധാരാളം കൈ കുത്തിയ താമരയ്ക്ക് വിരിയും, അല്ലെങ്കിൽ താമര വിരിയും എന്നുള്ളതിനകത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിലും വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണുള്ളത്. കാരണം അദ്ദേഹത്തിന് ധാരാളം ബിസിനസ് ഉണ്ട്, ധാരാളം സംവിധാനങ്ങളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കോള് വരികയോ ED വരികയോ ചെയ്താൽ എന്താവും സ്ഥിതി? അപ്പോൾ ആറ്റിങ്ങലിലും കൈക്ക് കുത്തിയാൽ താമരയ്ക്ക് മറിഞ്ഞേക്കാം എന്ന തരത്തിലുള്ള ചില സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അതുണ്ട്. അത് നമ്മൾ ഭാവിയിൽ കാണേണ്ടതായിട്ടുണ്ട്. ഭാവിയിൽ അത് കാണണം. അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമായിട്ടാണ് ഉന്നയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആറ്റിങ്ങലിലും ഈ ബിസിനസ് താല്പര്യം ഉള്ളതുകൊണ്ട് BJP-യിലേക്ക് ED-യുടെ സമ്മർദ്ദത്തെ ഭയന്ന് ഒരുപക്ഷേ BJP-യിലേക്ക് പോകാനുള്ള സാധ്യത കളയാൻ കഴിയത്തില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം. എനിക്കൊരു കാര്യം കൂടി ചോദിക്കണം, അതിനുമ്പോൾ എനിക്കൊരു ഇടവേള വേണം. മൊത്തത്തിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ മറ്റെന്തെങ്കിലും ഹോബികളുണ്ട്? ഇടയ്ക്കൊന്ന് ചോദിച്ചിട്ട് ഒരു ബ്രേക്കിനുമാണ്. ഞാൻ നേരത്തെ ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. ഇപ്പോഴും വലിയ നമുക്ക് അത്യാവശ്യ സമയം കിട്ടുകയാണെങ്കിൽ അതെ എവിടെയെങ്കിലും പഴയതുപോലെ അത്രയും ചാടാനൊന്നും പറ്റുന്നില്ല. പക്ഷെ എങ്കിലും അത്യാവശ്യം ഒന്ന് ഇറങ്ങി ജിമ്മി ജോർജിന്റെ ആ കാലത്ത് ശേഷമുള്ള ഇപ്പോ സർവകലാശാല യൂണിയന്റെ സർവകലാശാലയുടെ വോളിബോൾ ക്ലബിലുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ അത്യാവശ്യം ചെറുപ്പക്കാരുമായിട്ട് വളരെ പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പാണ്. അപ്പം അതാണ് വിജയുടെ മറ്റൊരു പ്രത്യേകത. അദ്ദേഹം രാഷ്ട്രീയത്തിൽ എന്നതുപോലെ ഫുട്ബോളിൽ സ്മാഷ് ചെയ്യും, വോളിബോളിൽ സ്മാഷ് ചെയ്യും, വോളിബോളിൽ എന്നതുപോലെ രാഷ്ട്രീയത്തിൽ സ്മാഷ് ചെയ്യും. ഇവിടെ സ്മാഷ് ചെയ്യോ എന്നതാണ് ചോദ്യം.